ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ അറബിക്കിൻ്റെ ആനുവൽ ഇവാലുവേഷൻ 2022-23 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് ആൻസേഴ്സ് എന്ന് നമുക്ക് നോക്കാം. റെഡിയാണോ? അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അൽ ബയാൻ, ഒരു ബയാനാണ് തന്നിട്ടുള്ളത്, വിവരണമാണ്. നെക്രോൾ കിസ്സ വനെക്തഷിഫുൽ അജുവിബത്തിൽ അസ് ഇല വനെക്തുബുക. താഴെയുള്ള കിസ്സ പറഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റോറി വായിച്ചിട്ട് അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം. എന്താണ് സ്റ്റോറി? കാനത്ത് ജമാഅത്തുൻ മിനൽ കുറൂദി തസ്കുൻ ഫിൽ കറിയ. കാനത്ത് ജമാഅത്തുൻ മിനൽ കുറൂദ്. എന്താണ് കുറൂദ്? കിർദ്, മങ്കി, കുറൂദ്, മങ്കീസ് അല്ലേ, കുരങ്ങന്മാരാണ്. അപ്പോൾ കുരങ്ങന്മാരുടെ ഒരു കൂട്ടം ഉണ്ടായിരുന്നു. തസ്കുനു, അവർ ജീവിച്ചിരുന്നു. എവിടെയാണ്? ഫിക്കറിയ, ഗ്രാമത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. ദാത്തലയിലെത്തിൻ നസൽ മത്തർ, ഒരു ദിവസം രാത്രി അവിടെ നന്നായിട്ട് മഴ പെയ്തു. അഷ്തദ്ദൽ ബർദ്, അവർക്ക് നല്ല തണുപ്പ് അനുഭവപ്പെട്ടു. ഹറജത്തിൽ കുറൂദ് തത്തുലുബുന്നാർ, അങ്ങനെ അവരെന്താണ് എന്താണ് തീ തേടിയിട്ട് അവർ പോയി. റാത്ത് യറാത്തൻ തത്തീർ ഹുന വഹുനാക്ക. യറാത്ത് എന്ന് പറഞ്ഞാൽ മിന്നാമിന്നിയാണ്. അവിടെ മിന്നാമിന്നി ഇങ്ങനെ പറക്കുന്നതായിട്ട് അവിടെയും കണ്ടു. അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് മിന്നാമിന്നി പറക്കുന്നതായിട്ട്. വന്നത്തിൽ കുറൂദ് അന്നഹാനാർ, അവർ വിചാരിച്ചു എന്ത്? ഇതാണ് തീ എന്ന് വിചാരിച്ചു. അംസകത്തിൽ കുറൂദിൽ യറാത്തു അൽക്കത്ത് ഹാഫി ജൗഫിൽ ഹത്തബ്. അവർ ഒരു വിറകെടുത്തുകൊണ്ട് വന്നിട്ട് ഇവരിനെ കൊന്നു. വബദാത്തിൽ കുറൂദി തെൻഫുഹു, എന്നിട്ട് അവരതെന്ത് ചെയ്ത്? ഊതാൻ വേണ്ടി തുടങ്ങി. ഈ ഒരു മിന്നാമിനിങ്ങളെല്ലാം ഒരു വിറക് കൊണ്ടുവന്നിട്ട് അടിച്ചിട്ട് ഇത് ഊതാൻ തുടങ്ങി. എന്താണ്? തീ ഇപ്പോൾ വരുമെന്ന് വിചാരിച്ചിട്ട്. ഉസ്ഫൂറിൻ ഹാദാ മിഷജറ. ഒരു ഉസ്ഫൂർ, ഒരു കുരുവി ഇതെല്ലാം ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. അത് പറഞ്ഞു, ഹാദി യറാത്തുൻ ലൈസത്തു മിന്നാർ. അതെന്താണ്? മിന്നാമിന്നാണ്, അതൊരിക്കലും തീയല്ല എന്ന് പറഞ്ഞു. ലാക്കിൻ മാ സമയത്തിൽ കുറൂദ് കലാമഹു. പക്ഷേ ഇതൊക്കെ ഈ ഉസ്ഫൂർ പറഞ്ഞിട്ടും ഇതൊന്നും ഈ ഒരു കുരങ്ങന്മാർ കേൾക്കുന്നില്ല. ഇക്തറബൽ ഉസ്ഫൂർ മിൻ കുറൂദി വ തക്കററ കൗലുഹു. ഉസ്ഫൂർ ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിക്കുന്നുണ്ട്, പക്ഷേ ഇവരിതൊന്നും കേൾക്കുന്നില്ല. ഒളബത്തിൽ കുറൂദ് അലൽ ഉസ്ഫൂരി വറബത്തുഹു ഫമാത്തൽ ഉസ്ഫൂർ. അങ്ങനെ ദേഷ്യം വന്നിട്ട് ഈ കുരങ്ങന്മാരെന്ത് ചെയ്തു? ഈ ഉസ്ഫൂറിനെ ഒരു അടിയണ്ട് കൊടുത്തു. അങ്ങനെ ഉസ്ഫൂർ മരിച്ചു. ഇതാണ് തന്നിട്ടുള്ള സ്റ്റോറി. ഇനി എന്താണ് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. ലിമ ഹറജത്തിൽ കുറൂദ്, എന്തുകൊണ്ടാണ് കുറൂദ് പോയത്? എന്തിനാണ് പോയത്? തെത്തുലുബുൽ മാ, വെള്ളത്തിന് വേണ്ടിയിട്ട്. തെത്തുലുബുൽ യറാ, മിന്നാമിനിങ്ങിന് വേണ്ടിയിട്ട്. തെത്തുലുബുൽ നാർ, തീക്ക് വേണ്ടിയിട്ട്. തെത്തുലുബുൽ ഉസ്ഫൂർ, ഉസ്ഫൂറിന് വേണ്ടിയിട്ട്. ഏതാണ് ആൻസർ? ജീമാണല്ലേ, തെത്തുലുബുൽ നാർ എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അയിന വലകത്തിൽ കുറൂദുൽ യറാ, എവിടെയാണ് ഈ ഒരു എവിടെയാണ് ഇവരെ കണ്ടിട്ടുണ്ടായിരുന്നത്? എവിടെയാണ് ഇവരെ വെച്ചത്? എവിടെ വെച്ചത്? ഫി ജൗഫിൽ ഹത്തബ്, ഒരു വിറകിൻ്റെ ഒക്കെ അടുത്തായിട്ട്. ഫി ജബൽ, ജബൽ എന്നാൽ മലമുകളിൽ. ഫി ലൈല, രാത്രിയിൽ. ഫി നാർ, തീയിലാണ്. എവിടെയാണ്? ഫി ജൗഫിൽ ഹത്തബ് എന്നുള്ളതാണ്. മൂന്നാമത്തെ ചോദ്യം, അയിന തസ്കുനുൽ കുറൂദ്, എവിടെയാണ് ഈ കുരങ്ങന്മാരൊക്കെ താമസിക്കുന്നത്? സഹ്റാ ഫി ജൗഫിൽ ഹത്തബ്. ഫി നെഹർ ഫി കറിയ, എവിടെയാണ്? ഫി കറിയ എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ഹാദി യറാത്തുൽ ലൈസതു ബിന്നാർ മൻകാല ഹാദ, ഇത് മിന്നാമിനിങ്ങാണ്, ഇത് തീയൊന്നല്ല എന്ന് പറഞ്ഞത് ആരാണ്? ഉസ്ഫൂർ ആണല്ലേ. അപ്പോൾ ഉത്തരം ബ ആണ് ശരിയായ ആൻസർ. അഞ്ചാമത്തെ ചോദ്യം, കൈഫ മാത്തൽ ഉസ്ഫൂർ, എങ്ങനെയാണ് ഉസ്ഫൂർ മരിച്ചത്? ബിൽറബിൽ കുറൂദ്, കുറൂദിൻ്റെ കുരങ്ങന്മാരുടെ അടിയേറ്റാണ് മരിച്ചത്. അപ്പോൾ ഇതാണ് 5 ചോദ്യവും അവയുടെ ഉത്തരങ്ങളും. ഇനി 2 മുതൽ 6 വരെയുള്ള പ്രവർത്തനങ്ങൾ ഏതെങ്കിലും 4 എണ്ണത്തിനാണ് ഉത്തരം എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ പ്രവർത്തനം അൽ ബയാനാത്തു ഷഹ്സിയ, ഒരു വിവരണമാണ്. നെക്രോൽ ഫിക്ര വനു ഇദ്ദുൽ ബയാനാത്തു ഷഹ്സിയ. എന്താണ് നമ്മൾ ഇതിൽ നിന്നൊരു പ്രൊഫൈലാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. നമുക്ക് തന്നിട്ടുള്ളത് ഒരു ഹയാത്തു തർജുമയാണ്. അപ്പോൾ നമുക്കിത് വായിച്ചു നോക്കാം. ഹുവ ഉത്തപ്പിലാക്കൽ നീലകണ്ഠൻ വീൽ കുറുപ്പ് അൽ മൗറൂഫി ബില്ലക്വി ONV കുറുപ്പ്. ഉലിദ ബിജാവറ ബിത്താരിഖ്. എന്താണ്? ഉത്തപ്പിലാക്കൽ നീലകണ്ഠൻ വേലുക്കുറിപ്പ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. പക്ഷെ അദ്ദേഹം ലക്ബ്, അദ്ദേഹത്തിൻ്റെ വിളിപ്പേര് എന്ന് പറയുന്നത് ONV കുറിപ്പ് എന്നാണ്. അദ്ദേഹം ജനിച്ചത് ചവറയിലാണ്. 1931 മെയ് 27-നാണ്. വാലിദുഹു കൃഷ്ണക്കുറിപ്പ്, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് കൃഷ്ണക്കുറിപ്പ് എന്നും വാലിദത്തുഹു ലക്ഷ്മി
കുത്തിയമ്മ. അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ പേര് ലക്ഷ്മിക്കുട്ടിയമ്മ എന്നുമായിരുന്നു. കാന ഷായിറ മഷൂറൻ ഫില്ലു അൽ മലയാളമീയ. ഇദ്ദേഹം മലയാളത്തിലെ വളരെ പ്രശസ്തനായ ഒരു കവിയായിരുന്നു. ഹസലാല ജായിസത്തി ജ്ഞാനപീഠം പത്മശ്രീ പത്മഭൂഷൺ. അദ്ദേഹത്തിന് പത്മഭൂഷണും പത്മശ്രീയും ജ്ഞാനപീഠവും എല്ലാം കിട്ടിയിട്ടുണ്ട്. വമി മുഹല്ലഫാത്തിഹി. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ രചനകളാണ് അഗ്നിശലഭങ്ങൾ, സ്വയംവരം അഗ്നിശലഭങ്ങൾ എന്നുള്ള 2 ബുക്ക് അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ്. തുവഫി ബി തിരുവനന്തപുരം. അദ്ദേഹം തിരുവനന്തപുരത്താണ് മരണപ്പെട്ടത്. 2016 ഫെബ്രുവരി 13 അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള ബയാനാർത്താണ് തന്നിട്ടുള്ളത്. ഇനി ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? പ്രൊഫൈൽ തയ്യാറാക്കാനാണ്. ഇസ്മുൽ കാമിൽ. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരെന്താണ്? ഈ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളതാണ് ഉത്തപ്പിലാക്കൽ നീലകണ്ഠ വേലുക്കുറിപ്പ് എന്നുള്ളത്. ഇനി രണ്ടാമത് ചോദിച്ചിട്ടുള്ളത് താരീഖുൽ മീലാദാണ്. അദ്ദേഹം ജനിച്ചിട്ടുള്ളത് നമുക്കറിയാം 1931 5-ാം മാസം 27-നാണ്. ഇനി മക്കാനുൽ വീലാദ്. അദ്ദേഹം എവിടെയാണ് ജനിച്ചത്? ബി ചവറ എന്നുള്ള സ്ഥലത്താണ്. ഇനി ഇസ്മു വാലിദ്. അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ പേരെന്ന് പറയുന്നത് നമുക്കറിയാം, ഇവിടെ തന്നിട്ടുണ്ട്. വാലിദുഹു കൃഷ്ണക്കുറിപ്പ്. അവിടെ കൃഷ്ണക്കുറിപ്പ് എന്ന് എഴുതണം. ഇനി ഇസ്മു വാലിദത്ത് എന്നുള്ളിടത്ത് നമ്മൾ ലക്ഷ്മി കുത്തിയമ്മ എന്നും എഴുതണം. ഇനി മുഅല്ലഫാത്ത്. അദ്ദേഹത്തിൻ്റെ രചനകൾ ചോദിച്ചിട്ടുണ്ട്. അഗ്നിശലഭങ്ങൾ, സ്വയംവരം, അത് രണ്ടുമാണ്. ഇനി ജായിസത്ത്. അദ്ദേഹത്തിൻ്റെ അവാർഡുകളാണെങ്കിൽ നമുക്കറിയാം ജ്ഞാനപീഠം, പത്മശ്രീ, പത്മഭൂഷൺ. ഇത് 3 പേരെഴുതാം. ഇനി ലക്ബ് എന്താണ്? ലക്ബ് ഈ ഒരു 1-ാമത്തെ വരിയിൽ തന്നെയുണ്ട്. ബില്ലക്ബി ONV കുറിപ്പ്. അപ്പോൾ അവിടെ ONV കുറിപ്പ് എന്ന് എഴുതി കൊടുക്കണം. ഇനി താരീഖുൽ വഫാത്തും മക്കാനുൽ വഫാത്തും ആണ്. താരീഖുൽ വഫാത്ത് എന്ന് പറയുന്നത് 2016 ഫെബ്രുവരി 13. മക്കാനുൽ വഫാത്ത് എന്ന് പറയുന്നത് തിർഫാന്ത്രം. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽസ് ആണ് എഴുതേണ്ടത്. ഈ തന്ന പാരഗ്രാഫിൽ നിന്ന് തന്നെ എടുത്ത് എഴുതാനുള്ളൂ. വളരെ സിമ്പിളാണ്. ഇനി അടുത്ത നോക്കൂ. നെക്രോൽ ഫിക്ര വനുമയ്യുസുൽ ഫേല് ഫായില് മഫൂല് കമാഫിൽ മിസാൽ. താഴെ തന്നിട്ടുള്ള ഫിക്ര വായിച്ചിട്ട് അതിൽ നിന്നും ഫേല് ഫായില് മഫൂല് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫേൽ എന്ന് പറഞ്ഞാൽ ക്രിയ, ഫായിൽ എന്ന് പറഞ്ഞാൽ ആരാണോ ക്രിയ ചെയ്തത് അയാൾ, മഫൂൽ എന്ന് പറഞ്ഞാൽ എന്താണോ ചെയ്തത് ആ ഒരു സംഭവം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ നോക്കൂ. ഹാദിഹി ഹദീക്കത്തി. ഇതൊരു പൂന്തോട്ടമാണ്. അതിൽ നമുക്ക് ഫേലും ഫായിലും മഫൂലും കണ്ടുപിടിക്കാൻ പറ്റില്ല. രണ്ടാമത്തേത് യസ്റഉ ഫീഹ മുസാരിഉൻ ഹുദാർ. അവനൊരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കി, കൃഷി ചെയ്തിട്ടുണ്ട്. അവിടെ യസ്റഉ എന്നുള്ളതാണ് ഫിയലായിട്ട് വരുന്നത്, കൃഷി ചെയ്തു എന്നുള്ളത്. മുസാരിഅ എന്ന് പറയുന്നത് ഫാർമറാണ്, ഫാർമർ കൃഷി ചെയ്തു. അപ്പോൾ ഫാർമർ എന്നുള്ളതാണ് അവിടുത്തെ ഫായിൽ, ഫാർമറാണ് അത് ചെയ്തത്. ഇനി എന്താ ചെയ്തത്? ഹുദാറാണ്, പച്ചക്കറിയാണ്. അപ്പോൾ അവിടെ ഹുദാർ എന്നുള്ളത് മഫൂലായിട്ട് വരും. ഇനി യക്കുത്തിഫു വലതുൻ അൽപാമിയ. എന്താണ്? വലത്, കുട്ടി വെണ്ടക്ക ചെടി കട്ട് ചെയ്തു, മുറിച്ച് കളഞ്ഞു. അവിടെ യക്കുത്തിഫു എന്നുള്ളതാണ് ഫിയലായിട്ട് വരുന്നത്, വലതുൻ എന്നുള്ളത് ഫായിൽ, അൽപാമിയ എന്നുള്ളത് മഫ്ഊലായിട്ട് വരും. തഅക്കുലു ബക്കറത്തുൻ അൽ ഉഷ്ബ്. എന്താണ്? പശു പുല്ല് തിന്നു. അവിടെ തഅക്കുലു എന്നുള്ളതാണ് അവിടുത്തെ ഫിയൽ, തിന്നു എന്നുള്ളതാണ് അവിടുത്തെ ഫിയൽ. ബക്കറ എന്നുള്ളതാണ് ഫായിൽ, ബക്കറയാണ് തിന്നത്. എന്താണ് തിന്നത്? ഉഷ്ബ്, അതാണ് മഫൂൽ. ഇനി യഹ്റുസു കൽബുൻ ഹദീക്ക. അവിടെ യഹ്റുസു എന്നുള്ളത് ഫിയൽ, കൽബ് എന്നുള്ളത് ഫായിൽ, ഹദീക്ക എന്നുള്ളത് മഫൂൽ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് കൂട്ടുകാരെ ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. നുലാഹിദുൽ ജുംല വനക്തുബു കമാഫിൽ മിസാൽ. താഴെയുള്ള ജുംല നോക്കിയിട്ട് അത് എങ്ങനെയാണോ എഴുതിയിട്ടുള്ളത് അതുപോലെ താഴെയുള്ളതും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നസീമുൻ ദാരിസുൻ. നസീം എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിയാണ്. കാന നസീമുൻ ദാരിസൻ. നസീം എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥി ആയിരുന്നു എന്നാണ്. അൽ ജവ്വു ബാരിദുൻ. അന്തരീക്ഷം വളരെ തണുത്തതാണ്. അസ്ബാൽ ജവ്വു ബാരിദൻ. അന്തരീക്ഷം തണുപ്പുള്ളതായിട്ട് മാറി. ഓക്കെ, ഇനി അൽ കമറു മുനീറുൻ. അവിടെ എന്താണ്? സ്വാറൽ കമറു മുനീറൻ എന്നായിട്ട് മാറും. ഇനി ഇവിടെ ഒരു ബർനാമിജ തന്നിട്ടുണ്ട്. നെക്രോൽ തക്രീർ വനു എദ്ദുൽ ബർനാമിജ ജർദ് ഫി കറിയത്തിൽ ഹഫ്ല ബി മുനാസിബിൽ ഇഫ്തിതായിൽ മൈദാൻ ജദീദ. പുതിയ ഒരു പ്ലേ ഗ്രൗണ്ടിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗ്രാമത്തിൽ ഒരു ഫംഗ്ഷൻ നടന്നു. ഹഫ്ല എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ, ഒരു പ്രോഗ്രാം നടന്നു. കാന ഉലുവുൽ മജ്ലിസു തഷ്ഈരി റഈസുൽ അഫ്ല. ആരായിരുന്നു ഈ ഒരു അഫ്ലയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്? ഉലു മജ്ലിസു തഷ്ഈരി ആയിരുന്നു, തശ്രീഇ ആയിരുന്നു, പ്രൊജക്ട്
പ്രൊജക്റ്റ് ബേസ്ഡ് ഉള്ള ഒരു കമ്മിറ്റിയുടെ ഒരു അംഗമായിരുന്നു, ഒരു മെമ്പറായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ഓക്കെ, സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ. ഇനി കാമ വസീറുൽ റിയാദ ബിൽ ഇഫ്തിതാൽ, വസീറുൽ റിയാദയാണ് ഇതിനെ ഉദ്ഘാടനം നടത്തിയത്. അഷാറഫി ഹുത്തുബത്തി ഫി അഹമ്മിയത്തി റിയാദത്ത് വൽ ബദനിയ, ആ ഒരു സ്പോർട്സിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളെല്ലാം അദ്ദേഹം ആ ഒരു ഹുത്തുബയിൽ പറഞ്ഞു. ഇനി അൽക്കാ റയീസുൽ മജ്ലിസുൽ കറവി കലിമാതു തഹാനി നടത്തിയത് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. അതുപോലെ തന്നെ അൽക്ക അമീനുൽ മജ്ലിസുൽ റിയാദി കലിമത്തു തർഹീബ്, അദ്ദേഹമാണ് കലിമത്തു തർഹീബ് നടത്തിയത്. വക്കാമ ഉളുവുൽ മജ്ലിസുൽ കറവി ഇൽക്കായ് കലിമത്തു ശുക്ർ നടത്തിയത് പഞ്ചായത്ത് മെമ്പറായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ബർനാമിജിൽ ഇഫ്തിതാൽ മൈതാൻ, ഈ ഒരു മൈതാനത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ പ്രോഗ്രാം ലിസ്റ്റാണ് തന്നിട്ടുള്ളത്. അവിടെ കലിമത്തു തർഹീബ് എന്നുള്ളിടത്ത് ആരാണ്? അമീനു മജ്ലിസുൽ റിയാദാണ്. റയീസ് എന്നുള്ളത് ആരാണ്? ഉളുവുൽ മജ്ലിസു തശ്രീഇ ആണ്. അൽ-ഇഫ്തിതാൽ നടത്തിയത് വസീർ റിയാദ. കലിമത്തു തഹാനി നടത്തിയത് റയീസുൽ മജ്ലിസുൽ കറവി. കലിമത്ത് ശുക്ർ നടത്തിയത് ഉളുവുൽ മജ്ലിസുൽ കറവി. വളരെ സിമ്പിളാണ്, എല്ലാം ഇവിടെ തന്നെയുണ്ട്, നിങ്ങളൊന്ന് നോക്കി എഴുതിയാൽ മാത്രം മതി. ഇനി അടുത്തത് ഹിവാറാണ്. നെക്രോൽ ഹിക്കായ വനോ ഇദ്ദുൽ ഹിവാർ, താഴെയുള്ള ഹിക്കായ വായിച്ചിട്ട് അതിന് താഴെയുള്ള ഹിവാർ എന്ന് എഴുതണം. എന്താണ് ഹിക്കായ? ഷാറക്ക നസീമു ഫി ഹഫ്ലത്തിൽ ഇഫ്തിദാഹിയ അല്ലത്തി ജറത്ത് ഫി കറിയത്തി ഫി സാത്തി റാബിയ മസായൻ. ഷാറക്ക നസീമു പങ്കെടുത്തു ഫിൽ അഫ്ലത്തിൽ ഇഫ്തിദാഹിയ, ആ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. അല്ലത്തി എവിടെയാണ്? ജറത്ത് ഫി കറിയത്തി ഫി സാത്തി റാബിയ മസായൻ, വൈകുന്നേരം 4 മണിക്ക് ഗ്രാമത്തിൽ നടന്ന ആ ഒരു ഫംഗ്ഷന് നസീം പങ്കെടുത്തു. റജമിൻ ഹഫ്ലത്തി കബിലൽ മാരിബ്, അവൻ ആ ഒരു പരിപാടിക്ക് കഴിഞ്ഞിട്ട് മൈരബിൻ്റെ മുന്നേ തന്നെ അവൻ തിരിച്ചു. വഫിത്തൊരീക്കിയിലൊക്കെ നസീമും സ്വദീഖഹു നബീൽ, അങ്ങനെ വഴിയിൽ വെച്ചിട്ട് നസീം സ്വദീഖായിട്ടുള്ള ഫ്രണ്ടായിട്ടുള്ള നബീലിനെ കണ്ടു. അപ്പോൾ അവർ തമ്മിലുള്ള ഫദാറ ബൈനഹുമാ ഹിവാർ, അവർ തമ്മിലുള്ള ഹിവാറാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പം നബീൽ എന്തോ പറയുന്നുണ്ട്, ആദ്യം എന്താവും പറയാം? അസ്സലാമു അലൈക്കും യാ നസീം എന്ന് പറയല്ലേ. അപ്പം നസീം വാലൈക്കും അസ്സലാം യാ നബീൽ. അപ്പം നബീൽ ചോദിക്കുകയാണ് മൻ അയിന തജീഉ, നീ എവിടുന്നാ വരുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പം നസീം എന്താ പറയുക? മിൻ ഹഫ്ലത്തിൽ ഇഫ്തിദാഹിയ, ഞാൻ ഉദ്ഘാടന ചടങ്ങിൽ നിന്നാണ് വരുന്നത്. അപ്പം നബീൽ പറയും മത്താ ജറത്തിൽ ഹഫ്ല, എപ്പോഴാണ് പ്രോഗ്രാം നടന്നത്? നസീം എന്താ പറയുക? ഫിസാ അറാബിയ മസായൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. നബീൽ പറയാണ് മത്താ റജത്ത്, നീ എപ്പോഴാണ് അവിടുന്ന് മടങ്ങിയത്? നസീം പറയാണ് കബിലൽ മഗ്രിബ്, ഞാൻ മഗ്രിബിൻ്റെ മുന്നേ പോന്നു. നബീൽ ശുക്രൻ നസീം അഫ്വൻ, വളരെ സിമ്പിളായിട്ടുള്ളതാണല്ലേ. അപ്പോൾ കൂട്ടുകാരെ ഒന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിലെ ക്വസ്റ്റ്യനൊക്കെ ഒന്ന് എഴുതി വെച്ചാൽ മാത്രം മതി. ഇനി ഇവിടെ മന്ദൂമ തന്നിട്ടുണ്ട്, അതിന് താഴെയായിട്ട് കുറച്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്, അതിന് അനുയോജ്യമായ വരി കണ്ടെത്തണം. ഒന്നാമത്തത് അജ്നിഹത്തുൽ ഫറാശത്തി കൽ ഹരീർ എന്നുള്ളതാണ്, അതിന് അനുയോജ്യമായത് തഹ്മിലുഹ അജ്നിഹത്തി മിസ്ലൽ ഹരീരി നായിമ. സെക്കൻഡ് വൺ ഇതാ അംസക്കുന അൽ ഫറാഷ ഹിയ തുക്തൽ, അതുമായി ബന്ധപ്പെട്ടത് ഫറാഷത്തുൻ റക്കീഖത്തുൻ യക്തുലുഹ ലംസുൽ യദ് എന്നുള്ളതാണ്. മൂന്നാമത്തത് ജമാലുൽ ഫറാഷത്തി ക സഹബിൻ എന്നുള്ളതാണ്, അതിന് അനുയോജ്യമായത് കഅന്നഹ ലിഹുസ്നിഹ മിൻ ദഹബിൻ മുക്കവ്വന എന്നുള്ളതാണ്. 4 എത്തുലബുൽ വലതു മിൻ അബീഹി അൽ ഫറാഷ എന്നുള്ളത് അതിന് യോജിച്ചത് സ്വാഹ സ്വായിറു ബാക്കിയൻ ഉരീദുഹ യാ അബി എന്നുള്ളതാണ്. അവസാനത്തത് തത്തീറുൽ ഫറാഷാത്തു ബൈനുൽ അസ്ഹാർ എന്നുള്ളത്, അതിന് അനുയോജ്യമായത് മിൻ സഹറത്തിൻ ലിസ് സഹറത്തിൻ തത്തീറു വഹിയ ഹാലിമ എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കി. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എക്സാമിൽ നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.